അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ വീട് നിർമ്മാണത്തിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വീടിൻ്റെ ചുറ്റും വെക്കുന്ന മരങ്ങൾ, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. മരം, അതൊക്കെ എങ്ങനെയാണ് നമ്മളതിനെ അങ്ങനെ വെക്കാൻ പറ്റുക, ഏതെല്ലാം മരങ്ങൾ വെക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീടിന് ചുറ്റും വെക്കുന്ന മരങ്ങളെക്കുറിച്ച്, അതുകൊണ്ട് മരണം സംഭവിക്കും എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് നമ്മളൊരു വീഡിയോ തന്നെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്താണ് മരം വെച്ചാലുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള ആൾക്കാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. അതായത് ചില മരങ്ങൾ സ്പെസിഫിക്കായിട്ട് ചോദിച്ചിട്ട് അത് വീടിന് ചുറ്റും വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച ചില ആളുകളുണ്ട്. അതാണ് നമ്മളിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ചില വീടുകളിലൊക്കെ നോക്കാൻ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് പുളിമരം ഉണ്ടാവും. അപ്പോൾ പുളിമരം കാണുമ്പം ഇവർ ചോദിക്കുന്നതാണ്, തങ്ങളെ ഈ ഭാഗത്ത് പുളിമരം പറ്റുമോ, അല്ലെങ്കിൽ ആ പുളിമരം മുറിച്ച് കളയേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ആ പുളിമരം മുറിക്കാൻ പറ്റുമോ. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ എന്താ മുറിക്കുന്നതിന് കുഴപ്പം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മുറിക്കാം, അല്ലെങ്കിൽ മുറിക്കണ്ട. അപ്പോൾ പുളി ഉണ്ടായാലുള്ളൊരു കുഴപ്പം എന്താ വെച്ചാൽ, ഇപ്പോൾ പുളിമരം ചില ഭാഗങ്ങളിൽ പറ്റില്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പുളി ചെറിയ ചെറിയ ഇലകളായിരിക്കും. അപ്പം മുറ്റത്തേക്ക്, ഇപ്പം നമ്മളെ പറമ്പിലേക്ക് ഇപ്പോൾ നല്ല കാറ്റടിച്ച്, അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തേക്ക് നല്ല കാറ്റടിക്കുന്ന ഭാഗത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മുറ്റത്തേക്ക് വരും. അതേപോലെ തന്നെ മുറ്റത്തും സാധാരണ ഇതിൽ പുളിമരം വെക്കാറില്ല. ചെറിയ ഇലകളായതുകൊണ്ട് തന്നെ ആ ഇലകൾ നമുക്ക് വൃത്തിയാക്കാനും ക്ലീനിങ്ങിനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അത് നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ അതേപോലെ ഓരോ മരത്തിനും ഓരോ ഗുണങ്ങളും, അതിൻ്റെ ഇല, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ ചവർപ്പ്, അതിൻ്റെ ക്ഷാര ഗുണങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ മുള്ളുള്ള ഗുണം, അതിൻ്റെ തണ്ടിൻ്റെ ആയിട്ടുള്ള മുള്ള് പോലുള്ള കാര്യങ്ങളുണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് നല്ല ടോക്സിക് ആയിട്ടുള്ള വാതകങ്ങളോ പൊടികളോ ഒക്കെ പുറപ്പെടുക. അതായത് ഇപ്പോൾ അക്കേഷ്യ എന്ന് പറയുന്ന മരം, അത് നമ്മൾ മുറ്റത്ത് വെക്കാൻ പാടില്ല. മുറ്റത്തൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു പൊടി വരാൻ, അത് ആസ്മക്ക് കാരണമാവുമെന്ന് പറയുന്നതുകൊണ്ട് തന്നെ അത് നമ്മൾ ചെയ്യാറില്ല. അതേപോലെ ചില മരങ്ങൾക്ക് പ്രത്യേകത, നമ്മൾ ആ മുമ്പത്തെ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ, ഇപ്പം നമ്മൾ തേക്ക്, അതേപോലെ ബദാം മരം, മുമ്പ് നമ്മൾ ബദാമൊക്കെ വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ ബദാം മരം വെച്ചാൽ അതിൽ ചില സമയത്ത് ഒരു പുഴുക്കൾ വരാറുണ്ട്. അപ്പോൾ അത് വീടിനോട് ചേർന്ന് അല്ലെങ്കിൽ മുറ്റത്ത് വെക്കുമ്പോൾ അത് നമുക്ക് ടോക്സിക് ആവാൻ, അല്ലെങ്കിൽ ആ പുഴുക്കൾ നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ചില മരങ്ങളുണ്ട്, ഇപ്പം മുരിങ്ങ, ഇങ്ങനത്തെ മരങ്ങളൊക്കെ നമ്മൾ ഇപ്പം ഒരു മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും വീടിനോളം വളർന്നാൽ അത് മുറിച്ച് കളയണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, നമുക്കിനിപ്പോൾ എത്ര ഗുണങ്ങളുള്ള മരമാണെങ്കിലും ശരി, അത് വീടിന് കേടുകൾ സംഭവിക്കാതിരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പറയുന്നത്. ഇപ്പോൾ വാസ്തുശാസ്ത്രത്തിൽ വീടിന് ചുറ്റും വെക്കാൻ പാടില്ല എന്ന് പറയുന്ന ചില മരങ്ങളുണ്ട്. കാഞ്ഞിരം, ചേര്, വേപ്പ്, വയ്യതങ്ക, കള്ളിപ്പാല, അതേപോലെ തന്നെ താന്നി പോലുള്ള മരങ്ങൾ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ കാഞ്ഞിരം, ഇതൊരു കഴുപ്പ് ഉള്ള മരമാണ്. അപ്പോൾ അത് കിണറിൻ്റെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കിണറിലേക്കൊക്കെ വേര് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ. അതേപോലെ ഇപ്പോൾ കള്ളിപ്പാലിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ അതിലൊരു വെളുത്തൊരു പാല് പോലത്തെ ഇതുണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അത് ശരീരത്തിലായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ടോക്സിക് എലമെൻറ്റ്സ് ഉള്ള സാധനങ്ങൾ. ഇപ്പോൾ മുരിക്ക് പോലുള്ള സാധനങ്ങൾ നമ്മൾ വീടിനടുത്ത് വെക്കാറില്ല, കാരണം അത് മുള്ള് വരും. അതേപോലെ തന്നെ നമ്മൾ ആ പല ആളുകൾക്കുള്ളൊരു സംശയങ്ങളാണ്. ഇപ്പോൾ നമ്മളോട് കമൻറ്റിൽ ചോദിച്ചൊരു സംശയം കൂടിയാണ്, ചെറുനാരങ്ങ, പപ്പായ, മുരിങ്ങ, ഇത് നമുക്ക് വീടിൻ്റെ ചുറ്റും, അതായത് മുറ്റത്ത് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഒരാൾ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ചെറുനാരങ്ങ ശരിക്കൊരു മുള്ളുള്ള മരമാണ്. അപ്പോൾ അത് നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും മുള്ളൊക്കെ കുട്ടികൾ കളിക്കാൻ പറ്റുക ചെയ്യുമ്പോൾ മുള്ള് നമ്മുടെ ശരീരത്തിൽ കൊള്ളാൻ സാധ്യതയുണ്ട്. പിന്നെ അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. പിന്നെ പപ്പായൻ്റെ പറഞ്ഞ പോലെ തന്നെ ചെറിയ മരമാണ്, അത്ര ഉറപ്പുണ്ടാവില്ല, ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, പച്ച പപ്പായ നമ്മൾ മുറിച്ച് തൊലിയിലേക്ക് ആയി കഴിഞ്ഞാൽ അത് നമുക്കൊരു തൊലി പൊള്ളുന്നൊക്കെ ഉണ്ട്, അതിൻ്റെ നീരുമുണ്ട്. അപ്പോൾ അത് മുരിങ്ങ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുരിങ്ങ വീടിൻ്റെ തൊട്ടടുത്താണ്. മുരിങ്ങക്ക് നല്ല അതിൻ്റെ ഉറപ്പ് കുറഞ്ഞൊരു മരമാണ്. ഇപ്പം കമ്പുകൾക്കൊക്കെ വളരെ ഉറപ്പ് കുറവാണ്. ചെറിയ കാറ്റടിച്ചാലോ നമ്മൾ ചെറുങ്ങനൊന്ന് പിടിച്ചാൽ തന്നെ മുരിങ്ങ ഒടിഞ്ഞു വീഴും. അപ്പോൾ അങ്ങനത്തെ മരങ്ങൾ നമ്മൾ വീടിൻ്റെ അടുത്ത് വെക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അല്ലാതെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല, നമുക്ക് കുറച്ച് ദൂരെയാണ്, വീട്ടിലേക്ക് വരില്ല, വീട്ടിനായിട്ട് ബാധിക്കില്ല, അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾ കളിക്കുന്ന സ്ഥലത്തൊന്നും ബാധിക്കില്ലെങ്കിൽ നമുക്ക് ഏത് ഭാഗത്തും വെക്കാവുന്നതാണ്. ഇനിയിപ്പോൾ വേറൊരു സംശയം ആണ്, ഒരു വീട്ടിൽ മുൻവശത്ത് ഒരു നേന്ത്രവായ ഉണ്ടായിരുന്നു.
അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അത് കുലച്ച് വന്ന സമയത്ത് അയൽപക്കത്ത് നിന്ന് വന്ന ഏതോ ഒരു അയൽവാസി ഇത് പാടില്ല, ഇത് വെച്ച് കഴിഞ്ഞാൽ ഗ്രഹനാഥന് വീടിൻ്റെ ഉടമസ്ഥന് ദോഷമാണെന്ന് പറഞ്ഞ് കുലക്കാൻ ടൈമായ വാഴ ഇവർ വെട്ടിക്കളഞ്ഞു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു പാവം വാഴ അത് കുലച്ചത് കൊണ്ട് ആർക്കെന്ത് പ്രശ്നം ഉണ്ടാവാനാണ്? എന്നാൽ ശരിക്കും നമുക്ക് നേന്ത്രം നമ്മളിപ്പം നേന്ത്രപ്പുല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നേന്ത്രപ്പഴം എന്ന് പറഞ്ഞാൽ നമ്മളൊരു നിത്യോപയോഗ വസ്തുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലേക്ക് എല്ലാ ദിവസവും, ഞാൻ ദിവസവും വീട്ടിലേക്ക് നേന്ത്രപ്പഴം വാങ്ങുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ഒരു വീട്ടിൽ തന്നെ ഒരു നേന്ത്ര കൊല ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളത് ഉടമസ്ഥന് ദോഷമാണ് പറഞ്ഞിട്ടല്ല അത് വെട്ടിക്കളയുന്നതിൻ്റെ അവസ്ഥ നോക്കി. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളായ അല്ലെങ്കിൽ ഒരുപാട് ഒരു ലോജിക്കില്ലാത്ത കുറേ വിശ്വാസങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പം ഇതിലൊക്കെ നമ്മൾ പറഞ്ഞു വരുന്നതിന് മരങ്ങൾ ഒരു ദോഷവും ഗുണവും നമുക്ക് ചെയ്യില്ല. ആകെ ഉണ്ടാകുന്ന അതിൻ്റെ ഗുണം ദോഷം അതിൻ്റെ ഇപ്പം ചെറിയ ഇലകൾ മുറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഇല പൊഴിക്കുന്ന മരങ്ങൾ അത് നമ്മൾ മുറ്റത്ത് വെച്ചാൽ പ്രശ്നമാണ്. അല്ലെങ്കിൽ ഈ ചേര് പോലുള്ള പ്രശ്നം ഉണ്ടാക്കുന്ന, അതായത് ചൊറിച്ചിലുണ്ടാകുന്ന, ചാരി കഴിഞ്ഞാൽ ചൊറിച്ചിലുണ്ടാകുന്ന മരങ്ങൾ വീടിൻ്റെ ചുറ്റും അല്ലെങ്കിൽ നമ്മൾ കളിക്കുന്ന എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ദിവസം പോയി വരുന്ന സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പോൾ അതേപോലെ അക്കേഷ്യ വീടിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം അതിൻ്റെ ഒരു ടോക്സിക് പൊടി അതിന് വരാനുണ്ട്, ടോക്സിക് പൗഡർ അതിൻ്റെ മേലിൽ വരാനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമ്മളത് ഉപയോഗിക്കേണ്ട എന്ന് പറയാനുള്ള കാരണം, അല്ലെങ്കിൽ അത് വീടിൻ്റെ അടുത്തേക്ക് വെക്കേണ്ട എന്നുള്ള കാര്യം. അല്ലാതെ അതിന് ഒരു ഗുണമോ ദോഷമോ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അത് ഒരിക്കലും സാധ്യമല്ല. മരം എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മനുഷ്യനായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട കാര്യമാണ് മരങ്ങൾ. നമ്മൾ പുറത്ത് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് നമുക്ക് ഓക്സിജൻ തരുന്ന മരങ്ങളാണ്. അപ്പോൾ മരങ്ങൾ വീടിന് ചുറ്റും കഴിയുന്നിടത്തോളം വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇതേപോലുള്ള ഗുണങ്ങളുള്ള ഓരോ മരത്തിനും ഓരോ ഗുണങ്ങളുണ്ട്, അത് നോക്കിയിട്ട് വെച്ച് പിടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു മരം വന്നു അല്ലെങ്കിൽ ഒരു മരം വെച്ചു എന്ന് കരുതിയിട്ട് നമുക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല. അത് നമ്മൾ ഒരിക്കലും ബാധിക്കുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ തന്നെ ഈ വെള്ളം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില മരങ്ങൾ ഉപയോഗിക്കും. വെള്ളം പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കരി ഉപയോഗിക്കുന്നുണ്ട്. അതായത് ആക്ടിവേറ്റഡ് കാർബണാണ് അതിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഓയിൽ കണ്ടൻറ്റ് കുറഞ്ഞ മരങ്ങളാണ് എടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്ക് ഓരോ, ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഗുണങ്ങൾ നോക്കിയിട്ടാണ് എടുക്കുക. ഇപ്പോൾ ഓയിൽ കണ്ടൻറ്റ് കൂടിയ മരങ്ങളാണെങ്കിൽ ആ ഓയിൽ പോകുന്നവരെ അതിനെ ചൂടാക്കിക്കൊണ്ടിരിക്കണം, എന്നതിൻ്റെ ശേഷം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഓയിൽ കണ്ടൻറ്റ് കുറവുള്ള ഉറച്ച മരങ്ങളാണെങ്കിൽ അത് പെട്ടെന്ന് ഉപയോഗിക്കാം. ഒന്ന് കത്തി കരിയായാലും പെട്ടെന്ന് അത് ആക്ടിവേറ്റഡ് കാർബണായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ മരത്തിൻ്റെ ഗുണങ്ങൾക്കനുസരിച്ചാണ് മനുഷ്യൻ അതിനെ ഉപയോഗിക്കുക. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഒരു മരം കുഴിച്ചിട്ടു അല്ലെങ്കിൽ ഒരു മരം നമ്മുടെ വീടിൻ്റെ സൈഡിലുണ്ട് എന്ന് ഉള്ളത് കൊണ്ട് ഒരു പ്രത്യേകിച്ച് ഗുണവും ദോഷമൊന്നുമില്ല. പക്ഷെ നമുക്ക് നോക്കാം, ഈ മരം വെക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, എന്ത് അസുഖങ്ങൾ ചിലപ്പം ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആക്വേഷയാണെങ്കിൽ, അല്ലെങ്കിൽ ആ മരത്തിൽ നിന്ന് എന്തെങ്കിലും പുഴുക്കളോ, അല്ലെങ്കിൽ ആ മരത്തിൽ നിന്ന് എന്തെങ്കിലും കൊമ്പ് നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് വളരുന്നുണ്ടോ, അല്ലെങ്കിൽ ആ മരത്തിന് മുള്ളുള്ളതാണോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് അതിനെന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടോ നോക്കിയിട്ട് അത് ഉപയോഗിക്കണോ വെട്ടണ്ടെന്ന് തീരുമാനിക്കുക. അല്ലാതെ മരം നമുക്കൊരു ഗുണോ ദോഷം ചെയ്യില്ല. പിന്നെ നമ്മൾ നേരെ വാതിലിന് നേരെ വരുന്ന മരങ്ങൾ, സൂത്രമൊക്കെ തടയുന്ന മരങ്ങളാണെങ്കിൽ അത് വെട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് കാര്യങ്ങൾ മരത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഒരു മരം നമ്മൾ വീടിൻ്റെ ചുറ്റുണ്ടായാൽ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് വെട്ടി കഴിയുന്ന ഉടമസ്ഥന് ദോഷം മറ്റവർക്ക് ദോഷം, അങ്ങനെ ഒരു കാര്യമില്ല. അതെല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് കൃത്യമായ അറിവുകളും കാര്യങ്ങളൊക്കെ അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.